KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ നടക്കുന്ന SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണം ഈ മാസം 31-ന്. കുറ്റാളൂർ ബുർദനഗറിൽ മുത്തുനബി പ്രകീർത്തന ആസ്വാദന സംഗമത്തിന് ഇന്ന് സമാപനം. നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത് ചോദ്യം ചെയ്യപ്പെടണം, PT റഹീം MLA. ഹൈടെക് മോഷ്ടാവ് ബണ്ടിച്ചോറിന് ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്തു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന ബണ്ടിച്ചോറിന്റെ മൊഴി. മുൻ പ്രൈവറ്റ് സെക്രട്ടറി രാജേന്ദ്രൻ തനിക്കെതിരെ പരാതി കൊടുത്തത് പിണറായിയുടെ സേവ പിടിക്കാനാണെന്ന് VS അച്യുതാനന്ദൻ. തന്റെ മതേതര നിലപാടുകൾ ചോദ്യം ചെയ്യാൻ ഗൂഢാലോചന നടക്കുന്നതായി KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. കൂട്ടമാനഭംഗ കേസ് വിചാരണ ഡൽഹിക്ക് പുറത്തേക്ക് മാറ്റേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. ഹൈടെക് മോഷ്ടാവ് ബണ്ടിച്ചോറിനെ ഫെബ്രുവരി 12 വരെ തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ബണ്ടിച്ചോർ മൊഴി നൽകിയതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. കോടതിക്ക് മുന്നിലും ആശുപത്രിക്ക് മുന്നിലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ ബണ്ടിച്ചോർ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. രാവിലെ 9:30യോടെയാണ് ബണ്ടിച്ചോറിനെ തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. തോക്കുധാരികളായ വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെയാണ് ബണ്ടിയെ കോടതിയിലെത്തിച്ചത്. കോടതിക്ക് മുന്നിൽ ബണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമായി തന്നെ പോലീസ് തടഞ്ഞു. ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആളൂരും വഞ്ചിയൂരിലെ അഭിഭാഷകനും സംയുക്തമായി ബണ്ടിക്ക് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചു. ചോദ്യം ചെയ്യലിനിടെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ബണ്ടി മജിസ്ട്രേറ്റിനോട് പരാതിപ്പെട്ടു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടു. ഫെബ്രുവരി 12 വരെ പൂജപ്പുര ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. പോലീസിനെതിരെ കോടതിയിൽ പ്രത്യേക പരാതി നൽകുമെന്ന് ബണ്ടിയുടെ അഭിഭാഷകൻ പറഞ്ഞു. പോലീസിനെതിരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് ജയിലിൽ പോയി പ്രതിയുമായിട്ട് ആലോചിച്ച് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. 2 ക്രൈമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ആ 2 ക്രൈമിലും വക്കാലത്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. 2 കേസും പോലീസ് കെട്ടിച്ചമച്ച കേസാണെന്നാണ് പ്രതി പറഞ്ഞത്. ബണ്ടിച്ചോറിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. കോടതിക്ക് മുന്നിലും ജനറൽ ആശുപത്രിയിലും വൻ സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയത്. വൻ ജനാവലി ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബണ്ടിച്ചോറിനെ പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോയി. തനിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയ മുൻ പ്രൈവറ്റ് സെക്രട്ടറി S രാജേന്ദ്രൻ വകതിരിവില്ലാത്തവനാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയായിരിക്കെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന രാജേന്ദ്രനെ സ്ഥാനത്തുനിന്ന് പുറത്താക്കേണ്ടി വന്നു. അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് പാർട്ടിക്ക് പരാതി നൽകിയതെന്നും VS വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിജയനെ കേസ് കൊടുക്കുന്ന കാര്യം ഭാര്യയോട് സംസാരിക്കാൻ റൌഫിനോട് എന്താ അദ്ദേഹത്തിന്റെ കർണാടകത്തെ അല്ലല്ല ദത്തു മുഖ്യമന്ത്രിയായിരുന്നല്ലോ, മുഖ്യ ചീഫ് ജസ്റ്റിസ് ആയിരുന്നല്ലോ ഇവിടെ. ആ സേവയ്ക്ക് ഫലമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം വിജയൻ ഉൾപ്പെട്ടിരിക്കുന്ന ലാവലിൻ കേസിന് ദോഷം വരത്തക്ക തരത്തിൽ ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അഭിപ്രായം വരുത്തേണ്ടത് അയാളുടെ ആവശ്യമാണ്. എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്
എന്നെ കാണാൻ വരുന്ന ആളുകളെ പറഞ്ഞയക്കുകയും കാണാതിരിക്കുകയും തെറ്റിദ്ധാരണ വരുത്തുകയും മറ്റു ചില കാര്യങ്ങൾ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഓഫീസ് വളരെ മോശപ്പെടുമെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ അവനെ പറഞ്ഞു വിട്ടത്. പിണറായി വിജയന് സേവ പിടിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കാണാൻ വരുന്നവരെ കാണിക്കാതെ തിരിച്ചയച്ചു. രാജേന്ദ്രന്റെ പരാതി അന്വേഷിച്ച പി കരുണാകരൻ കമ്മീഷൻ തന്റെ ഭാഗം കേട്ടില്ല. വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസുമായി നടക്കുന്നത് ക്രൈം നന്ദകുമാറാണ്. ടി ജി നന്ദകുമാർ എന്ന് വിജയൻ തെറ്റിദ്ധരിക്കുകയോ വിജയനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തതാണ്. ശിവരാജ് പാട്ടീലിനെ കാണാൻ താൻ പോയത് കിളിരൂർ കവിയൂർ കേസിലെ CBI അന്വേഷണത്തെക്കുറിച്ച് പറയാനാണ്. ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ല. വിവാദമായ ആയുധ കരാറിനെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് VS ഇക്കാര്യങ്ങൾ തുറന്നടിച്ചത്. എസ് രാജേന്ദ്രൻ ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. തനിക്കെതിരെ ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഇതിന്റെ മൂലകാരണം മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതെന്റെ സംശയമാണ്, അത് ബലപ്പെട്ടു വരുന്നു. ആരുടെയെങ്കിലും പ്രസ്താവന കൊണ്ട് ഇല്ലാതാകുന്നതല്ല എന്റെ മതേതരത്വം. സമുദായ സംഘടനകൾക്കും നേതാക്കൾക്കും അഭിപ്രായം പറയാം. എന്നാൽ കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് KPCCയും ഹൈക്കമാൻഡുമാണ്. സ്വീകരിക്കേണ്ടവ പാർട്ടി സ്വീകരിക്കും, തള്ളേണ്ടവ തള്ളും. സമുദായ നേതാക്കൾ അതിർവരമ്പ് ലംഘിക്കരുത്. NSSുമായി KPCC ധാരണ ഉണ്ടാക്കിയിട്ടില്ല. താൻ ഇപ്പോഴും താക്കോൽ സ്ഥാനത്താണ് ഇരിക്കുന്നത്. സുകുമാരൻ നായരുടെ നിലപാട് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടാണ്. പ്രസംഗത്തിൽ അദ്ദേഹം എന്നെ വലിച്ചേക്കേണ്ടിയിരുന്നില്ല. ആരെങ്കിലും വിചാരിച്ചാൽ തകരുന്ന മതേതര പ്രതിച്ഛായയല്ല തന്റേതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സർക്കാരിൽ ചേരാൻ താനില്ലെന്നത് അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കി. ഇത് പുതിയ തീരുമാനമല്ല, നേരത്തെ എടുത്തതാണ്. പാർട്ടിയെ നയിക്കുകയാണ് തന്റെ കടമ, അതിൽ അണുവിട വ്യത്യാസമില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണ്. മന്ത്രിയാകാനില്ലെന്നത് വ്യക്തിപരമായ തീരുമാനമാണ്. തന്റെ ഈ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിച്ചതിൽ നന്ദിയുണ്ട്. തന്റെ മതേതര പ്രതിച്ഛായക്ക് കോട്ടം തട്ടിക്കുന്നതാണ് ഇപ്പോഴത്തെ വിവാദമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ഗതികേടുകൊണ്ടാണെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. രമേശ് ചെന്നിത്തല NSSനെ തള്ളി പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നടത്തിയ വാർത്താസമ്മേളനത്തിലെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുകുമാരൻ നായർ. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി NSS ഉണ്ടാക്കിയ ധാരണ പല കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. അവർ അറിയില്ലെന്ന് നടിക്കുകയാണ്. മുഖ്യമന്ത്രി ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആണെങ്കിൽ താക്കോൽ സ്ഥാനത്ത് ഭൂരിപക്ഷ സമുദായക്കാരനെ നിയോഗിക്കാമെന്ന് ഹൈക്കമാൻഡ് പ്രതിനിധി ഇങ്ങോട്ട് നിർദ്ദേശം വെച്ചതാണ്. തങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഏതായാലും ഇക്കാര്യത്തിൽ NSS നിലപാടിൽ മാറ്റമില്ല. ഇനി കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുമായി ചർച്ചയ്ക്കില്ല. ദേശീയ നേതൃത്വവുമായി ചർച്ചയാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി കൂട്ടമാനഭംഗ കേസിന്റെ വിചാരണ ഡൽഹിക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. വിചാരണ ഡൽഹിയിൽ നടത്തിയാൽ നീതിപൂർവമാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതികളിലൊരാളായ മുകേഷാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. കേസ് ഉത്തർപ്രദേശിലെ മധുരയിലേക്ക് മാറ്റണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേസിന്റെ വിചാരണ ഇപ്പോൾ ഡൽഹിയിലെ പ്രത്യേക അതിവേഗ കോടതിയിലാണ് നടക്കുന്നത്. കേസിലെ 6ാം പ്രതിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് ഡൽഹി ജുവനൈൽ കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. 2012 ഡിസംബർ 16-നാണ് പെൺകുട്ടി ബസ്സിൽ വെച്ച് പീഡനത്തിനിരയായത്. ആദ്യം ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിലും പിന്നീട് സിംഗപ്പൂർ മൌണ്ട് എലിസബത്ത് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച പെൺകുട്ടി കഴിഞ്ഞ 29-ന് മരണപ്പെട്ടു. ഈ വർഷത്തെ ഹജ്ജിന് സൗദി അറേബ്യയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന് കീഴിൽ ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, അലോപ്പതി കോർഡിനേറ്റർ, അസിസ്റ്റന്റ് ഹജ്ജ് ഓഫീസർ, ഹജ്ജ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ താൽക്കാലിക ഡെപ്യൂട്ടേഷനിൽ സേവനം ചെയ്യുന്നതിന് താൽപര്യമുള്ള ഗവൺമെന്റ് സർവീസിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അപേക്ഷ ക്ഷണിച്ചു. ഡെപ്യൂട്ടേഷൻ കാലാവധി 2 മുതൽ 3 മാസം വരെയായിരിക്കും. താൽപര്യമുള്ളവർ ബന്ധപ്പെട്ട വകുപ്പ് മുഖേന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിക്കണം. ഫെബ്രുവരി 28-നകം അപേക്ഷ ലഭിച്ചിരിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ www.hajjcommittee.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സൗദി എയർലൈൻസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. വിസ ട്രാൻസ്ലേറ്ററായ ചെങ്ങമനാട് സ്വദേശി സവാദാണ് അറസ്റ്റിലായത്. കൊച്ചി ക്രൈംബ്രാഞ്ചിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്.
കസാഖിസ്ഥാൻ വ്യവസായ നഗരമായ അൽമതിക്കടുത്ത് യാത്രാ വിമാനം തകർന്ന് 22 പേർ മരിച്ചു. കസാഖിസ്ഥാൻ കേന്ദ്രീകരിച്ച് ആഭ്യന്തര സർവീസ് നടത്തുന്ന SCAT വിമാനമാണ് തകർന്നത്. വടക്കൻ കസാഖിസ്ഥാനിലെ കൊക്ഷേത്തുവയിൽ നിന്ന് അൽമതിയിലേക്കുള്ള യാത്രാമധ്യേയാണ് കിസിൽത്തു ഗ്രാമത്തിൽ വിമാനം തകർന്നു വീണത്. ഈ മേഖലയിൽ കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. ഒരു മാസത്തിനിടയിൽ കസാഖിസ്ഥാനിൽ നടക്കുന്ന രണ്ടാമത്തെ വിമാന ദുരന്തമാണിത്. മോശം കാലാവസ്ഥ കാരണം ഡിസംബർ 25-ന് സൈനിക യാത്രാ വിമാനം കസാഖിസ്ഥാനിലെ നഗരമായ ഷിംകന്തിൽ തകർന്നു വീണ് 27 പേർ മരിച്ചിരുന്നു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ, ആസുരകളിലെ ദുരപേരി ഉയരുമ്പോ ആകുലങ്ങളിൽ സർഗവസന്തത്തിന്റെ തേന്മഴ പെയ്തിറങ്ങുന്ന KMIC ഓൺലൈൻ മീലാദ് ഫെസ്റ്റ് 2013 ഫെബ്രുവരി 1 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4 മണിക്ക്, UAE സമയം 2:30, സൗദി സമയം 1:30. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം നിങ്ങൾക്കായി ഒരുക്കുന്ന അന്താരാഷ്ട്ര ഓൺലൈൻ മീലാദ് ഫെസ്റ്റ് 2013. ജൂനിയർ, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി ഖിറാഅത്ത്, മലയാള പ്രസംഗം, മധുഗാനം, വൃദ്ധപാരായണം തുടങ്ങി ഇമ്പമാർന്ന മത്സര ഇനങ്ങൾ. 100-ൽ പരം മത്സരാർത്ഥികൾ മാറ്റിവെക്കുന്ന KMIC ഓൺലൈൻ മീലാദ് ഫെസ്റ്റ് 2013 ഹൃദ്യമായ സ്വാഗതം. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ, തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. ഗതാഗതം തടസ്സപ്പെടുത്തി UAE വീണ്ടും കനത്ത മൂടൽമഞ്ഞിന്റെ പിടിയിലായി. ഗൾഫ് മേഖലയിൽ മിക്കയിടങ്ങളിലും ഇന്ന് കനത്ത പൊടിക്കാറ്റും മൂടൽമഞ്ഞും അനുഭവപ്പെട്ടു. ദുബായിലും അബുദാബിയിലും ഇന്ന് വെളുപ്പിന് 2 മണിയോടെ തുടങ്ങിയ മൂടൽമഞ്ഞ് രാവിലെ 10 മണിയായിട്ടും വിട്ടുമാറിയില്ല. വൈകിട്ട് 5 മണിയോടെ മഞ്ഞ് വീണ്ടും കനത്തു. അബുദാബിയിലും ഷാർജയിലും ചില വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. UAEയിലെ എല്ലാ എമിറേറ്റുകളിലും മൂടൽമഞ്ഞ് ശക്തമായിരുന്നു. പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു. പ്രധാന പാതകളിൽ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് രംഗത്തിറങ്ങി. പലയിടങ്ങളിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വടക്കൻ എമിറേറ്റുകളിൽ ഫുജൈറ ഒഴികെ നല്ല മൂടൽമഞ്ഞായിരുന്നു. റാസൽ ഖൈമ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ എന്നിവിടങ്ങളിലും ശക്തമായിരുന്നു. ഗൾഫിൽ പൊതുവെ തണുത്ത കാലാവസ്ഥയാണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വൈകിട്ട് ശക്തമായ കൊടുങ്കാറ്റ് വീശി. മദീന, റിയാദ് ഭാഗങ്ങളിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. കുവൈറ്റിലും ഇറാനിലും വെളുപ്പിന് മൂടൽമഞ്ഞുണ്ടായിരുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. തണുത്ത കാറ്റുമുണ്ട്. ഇറാൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ 2 ദിവസത്തിനകം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന. ഒമാനിലെ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില താഴ്ന്നു. ജബൽ അഖ്തറിൽ താപനില 0-ൽ താഴെയായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തണുപ്പ് കൂടുതലാണ്. ദജ്ജാൽ ഇറങ്ങിയതായി പള്ളിയുടെ ഉച്ചഭാഷണിയിലൂടെ അറിയിപ്പുണ്ടായത് പരിഭ്രാന്തി പരത്തി. ഇതോടെ ജനം വീട് വിട്ടിറങ്ങി. സൗദിയിൽ അൽ-ഹസയിലെ അൽ-മുബരിസ് നഗരത്തിലെ മൻഹ് സ്ട്രീറ്റിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം സുബഹിക്ക് തൊട്ടുമുമ്പാണ് സംഭവം. ഇസ്ലാമിക വിശ്വാസപ്രകാരം അന്ത്യനാളിന്റെ അടയാളങ്ങളിലൊന്നാണ് ദജ്ജാലിന്റെ വരവ്. ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ടെന്നും എല്ലാവരും തഖ്വയിലേക്കും തൗബയിലേക്കും മടങ്ങണമെന്നുമാണ് ഉച്ചഭാഷണിയിൽ അറിയിപ്പുണ്ടായത്. അതോടെ ഉറക്കിൽ നിന്നും ഞെട്ടിയെണീറ്റ് വീടുകളിൽ നിന്ന് എല്ലാവരും പുറത്തേക്കോടി. പള്ളിയിലെത്തി നിജസ്ഥിതി അന്വേഷിച്ച ഏതാനും പേരാണ് അറിയിപ്പ് നൽകിയ സ്വദേശി യുവാവിനെ പിടികൂടിയത്. ചില സമയങ്ങളിൽ ഇമാമില്ലാത്തപ്പോൾ ഇയാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാറുണ്ടെന്നും മാനസിക രോഗം ബാധിച്ചയാളാണെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് മുബരിസ് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് കിഴക്കൻ പ്രവിശ്യ പോലീസ് വക്താവ് സിയാദ് അൽ റഖീത്തി അറിയിച്ചു. സംഘടനാ വാർത്തകൾ. ഇരകളോടൊപ്പം നിൽക്കാൻ വ്യക്തമായ ഭരണഘടന രാജ്യത്തുള്ളിടത്തോളം കാലം നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് PTA റഹീം MLA അഭിപ്രായപ്പെട്ടു. കുന്നമംഗലം ഡിവിഷൻ SSF സംഘടിപ്പിച്ച ദേശവിചാരം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയ്യിദ് ഫളൽ ഹാഷിം സഖാഫി അധ്യക്ഷത വഹിച്ചു. SSF ഡിവിഷൻ പ്രസിഡന്റ് ഇബ്രാഹിം സഖാഫി താത്തൂർ വിഷയാവതരണം നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷെരീഫ് മാവൂർ, സിയാലിക്കോയ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു.
സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ ഏപ്രിൽ 26, 27, 28 തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണം ഈ മാസം 31 എറണാകുളത്ത് നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അംഗങ്ങളും SYS, SSF, SJM, SMA സംഘടനകളുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളും ജില്ലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളും പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന കൺവെൻഷൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും. രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് വിളംബരം ചെയ്ത പ്രവാചകരുടെ ആശയങ്ങൾ പിൻപറ്റുന്നവർക്ക് ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ലെന്ന് മുജമ്മു സഖാഫത്ത് സുന്നിയ ചെയർമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചിക്കോയ അൽ ബുഖാരി ബായാർ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിൽ ബായാർ മുജമ്മിന് കീഴിൽ ഉപ്പളയിൽ നടന്ന മീലാദ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കുന്ന എല്ലാ നീചപ്രവർത്തികൾക്കുമെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണം. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വ പൈതൃകവും സംരക്ഷിക്കാൻ ആശയ ഭിന്നതകൾ മറന്ന് രംഗത്ത് വരണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സി അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സിദ്ദീഖ് സഖാഫി, ജബ്ബാർ സഖാഫി പാത്തൂർ പ്രസംഗിച്ചു. വേങ്ങര കുറ്റാളൂർ ബുർദനഗറിൽ നടക്കുന്ന മുത്തുനബി പ്രകീർത്തന ആസ്വാദന സംഗമത്തിന് ഇന്ന് സമാപനം കുറിക്കും. 3 ദിവസങ്ങളിലായി നടന്ന മുത്തുനബി പ്രകീർത്തന ആസ്വാദന സംഗമത്തിന്റെ സമാപന ദിവസമായ ഇന്ന് അസർ നിസ്കാരാനന്തരം ദഫ്, സ്കൌട്ട് തുടങ്ങിയ കലാപരിപാടികളോടെ കുറ്റാളൂരിൽ നിന്ന് ആരംഭിച്ച ബഹുജന നബിദിന റാലി പ്രമുഖ സയ്യിദർ പണ്ഡിതന്മാർ അണിനിരന്നു. റാലി വേങ്ങര ടൗണിൽ സമാപിച്ചു. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കുറ്റാളൂരിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മദ്ഹ് റസൂൽ പ്രഭാഷണവും മീലാദ് സമ്മേളനവും നടക്കും. സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി, സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ മലേഷ്യ, സയ്യിദ് PSK തങ്ങൾ തലപ്പാറ, സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സ്വാലിബ കവി കുറ്റാളൂർ, സുലൈമാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ സയ്യിദർ സമാപന സംഗമത്തിന് നേതൃത്വം നൽകും. നബിദിനത്തിന്റെ ഭാഗമായി കച്ചേരിമുക്ക് സുന്നി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 31 വൈകിട്ട് 7 മണിക്ക് ഷുക്കൂർ സഖാഫി വെണ്ണക്കോടിന്റെ മദ്ഹ് റസൂൽ പ്രഭാഷണവും ഫെബ്രുവരി 1 വൈകിട്ട് 7 മണിക്ക് മൗലിദ് പാരായണവും നടക്കും. പരിപാടിയുടെ വിജയത്തിനായി TM മുഹമ്മദ് ചെയർമാനും VK ഷെരീഫ് കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. തൗഹീദ് അജഞ്ചലമാണ് എന്ന പ്രമേയത്തിൽ SYS നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി SYS താമരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെയും തച്ചമ്പയിൽ യൂണിറ്റ് SYS SSF കമ്മിറ്റികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാളെ ആദർശ സമ്മേളനവും മീലാദ് സംഗമവും നടക്കും. വൈകിട്ട് 4 മണിക്ക് തച്ചമ്പയിൽ വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി ഉദ്ഘാടനം ചെയ്യും. മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും. അബ്ദുറഷീദ് സഖാഫി പത്തപ്പിരിയം മുഖ്യ പ്രഭാഷണം നടത്തും. ഏകരൂൽ യൂണിറ്റ് SYSന്റെ ആഭിമുഖ്യത്തിൽ ഏകരൂലിൽ മീലാദ് പ്രോഗ്രാം നടത്തുന്നു. ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് പരിപാടി. ആദ്യ ദിവസം ഹാഫിളും മസ്ഊദ് സഖാഫിയും, 2 AP മുഹമ്മദ് മുസ്ലിയാരും ഉദ്ബോധനം നടത്തും. 3 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സയ്യിദ് അബ്ദുസബൂർ ഹസൻ അവേലം, V ബീരാൻകുട്ടി ഫൈസി, സുലൈമാൻ അഹ്സനി തുടങ്ങിയവർ സംബന്ധിക്കും. ഷുക്കൂർ സഖാഫി വണ്ണക്കോട് മുഖ്യ പ്രഭാഷണം നടത്തും. കുന്നമംഗലം SYS SSF യൂണിറ്റ് കമ്മിറ്റിയുടെയും കുന്നമംഗലം മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 1 മാസം നീണ്ടുനിൽക്കുന്ന നബിദിന ക്യാമ്പയിന്റെ ഭാഗമായി സുന്നി മദ്രസ പരിസരത്ത് ഇസ്ലാമിക പ്രഭാഷണം സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് അബ്ദുൽ നൂർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഉമർ സഖാഫി, ബഷീർ സഖാഫി, MP ആലി ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ബുർദ പാരായണത്തിന് മുഹമ്മദ് സഖാഫി കണ്ണൂർ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി 350 കുടുംബങ്ങൾക്ക് അരിവിതരണവും നടത്തി. ചൂലൂർ മഹല്ല് മുസ്ലിം ജമാഅത്തിന് കീഴിൽ നബിദിനം വിപുലമായി ആഘോഷിച്ചു. മൗലിദ് പാരായണം, മദ്ഹ് റസൂൽ പ്രഭാഷണം, നാരിയത്ത് സ്വലാത്ത്, അന്നദാനം, അൽ മദ്രസത്തു സുന്നിയ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്, ഘോഷയാത്ര തുടങ്ങിയവ നടന്നു. സമാപന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് മൂസക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. കളന്തോട് അൽഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ കീഴിൽ ഈ വർഷത്തെ മീലാദ് ഫെസ്റ്റ് വിപുലമായി നടത്തി. സുലാത്ത് ജൽസ, ഹുബ് റസൂൽ പ്രഭാഷണം, മൗലിദ് സദസ്സുകൾ, നബിദിന റാലി, കലാസാഹിത്യ പരിപാടികൾ, അന്നദാനം, പൊതുസമ്മേളനം എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു.
പാലക്കുറ്റി നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റിയുടെ കീഴിൽ നടത്തുന്ന ഇഷ്കെ റസൂൽ പരിപാടിക്ക് തുടക്കമായി. ഉദ്ഘാടന സമ്മേളനം MT ശിഹാബുദ്ദീൻ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. MCS ഷാഫി നിസാമി മുഖ്യ പ്രഭാഷണം നടത്തി. ബഷീർ ഹാജി REC അധ്യക്ഷത വഹിച്ചു. ഇന്ന് വൈകിട്ട് AP അൻവർ സഖാഫിയുടെ പ്രഭാഷണവും ബുർദ ആസ്വാദനവും നടക്കും. നാളെ ഇബ്രാഹിം സഖാഫി താത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തും. കോഴിക്കോട് പട്ടുതെരുവ് മസ്ജിദ് സഹാബയിൽ ബുർദ മജ്ലിസ് ഇന്ന് രാത്രി 8 മണിക്ക് നടക്കും. ഹാഫിൾ ഗാലിബ് സഖാഫി, അബ്ദുൽ ഖാദർ കിണാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകും. സയ്യിദ് മുർത്തല പ്രാർത്ഥന നിർവഹിക്കും. ഇരകൾക്കൊപ്പം നീതിക്കൊപ്പം എന്ന ശീർഷകത്തിൽ SSF കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിച്ചിറ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് ദേശവിചാരം സംഘടിപ്പിച്ചു. SSF ഡിവിഷൻ സെക്രട്ടറി അക്ബർ സ്വാദിഖ് സ്വാഗതം പറഞ്ഞു. സാലിഹ് സഖാഫി അന്നശ്ശേരി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് സാലിഹ് അൽ ജിഫ്രി ഉദ്ഘാടനം ചെയ്തു. സാബിത്ത് അബ്ദുള്ള സഖാഫി വാവാട മുഖ്യ പ്രഭാഷണം നടത്തി. തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ സുന്നി ആദർശ സമ്മേളനം നാളെ വെള്ളയിൽ പുതിയ കടവിൽ നടക്കും. നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ മുഖ്യ പ്രഭാഷണം നടത്തും. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമിതിയുടെയും റീജിയണൽ സെക്രട്ടറിമാരുടെയും സംയുക്ത യോഗം ഫെബ്രുവരി 3 3 മണിക്ക് സമസ്ത സെന്ററിൽ ചേരും. ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് പങ്കെടുക്കണമെന്ന് SMA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അറിയിച്ചു. ദർസിന്റെ 40ാം വാർഷികവും KM ഉസ്താദിനെ ആദരിക്കലും കൊടുവള്ളി ഉരുളിക്കുന്നിൽ നടക്കും. ഫെബ്രുവരി 13 നടക്കുന്ന പരിപാടിയിൽ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം നിർവഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകും. KMIC-യിൽ ഇനി കുറ്റാളൂർ ബുർദ നഗറിൽ നിന്നും മുത്തുനബി പ്രകീർത്തന ആസ്വാദന സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മദ്ഹുർ റസൂൽ പ്രഭാഷണവും പ്രമുഖ സയ്യിദർ പണ്ഡിതർ അണിനിരക്കുന്ന മീലാദ് സമ്മേളനവും തത്സമയം ശ്രവിക്കാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ നടക്കുന്ന SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണം ഈ മാസം 31-ന്. കുറ്റാളൂർ ബുർദ നഗറിൽ മുത്തുനബി പ്രകീർത്തന ആസ്വാദന സംഗമത്തിന് ഇന്ന് സമാപനം. നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത് ചോദ്യം ചെയ്യപ്പെടണം. PT റഹീം MLA. ഹൈടെക് മോഷ്ടാവ് ബണ്ടിച്ചോറിന് ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്തു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ബണ്ടിച്ചോറിന്റെ മൊഴി. മുൻ പ്രൈവറ്റ് സെക്രട്ടറി രാജേന്ദ്രൻ തനിക്കെതിരെ പരാതി കൊടുത്തത് പിണറായിയുടെ സേവ പിടിക്കാനാണെന്ന് VS അച്യുതാനന്ദൻ. തന്റെ മതേതര നിലപാടുകൾ ചോദ്യം ചെയ്യാൻ ഗൂഢാലോചന നടക്കുന്നതായി KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. കൂട്ടമാനഭംഗ കേസ് വിചാരണ ഡൽഹിക്ക് പുറത്തേക്ക് മാറ്റേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.